സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മുഴുവൻ ക്രെഡിറ്റ് പലർക്കും കൊടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ നമുക്കറിയാം NDA വലിയ വിജയം നേടിയപ്പോൾ മോദിക്ക് എല്ലാ ക്രെഡിറ്റും കൊണ്ട് എല്ലാ നേതാക്കളും കൊടുത്ത് രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ പോരാട്ട വിജയമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മീഡിയ വണ്ണിനോട് പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രചാരണത്തിന് ഏറ്റ പ്രഹരം കൂടിയാണിത്. സർക്കാർ ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും ഇന്ത്യ സഖ്യം തേടും. ആലപ്പുഴയിലെ NDAയിലേക്ക് LDFിൽ നിന്ന് വോട്ട് ചോർച്ചയുണ്ടായെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. ആലപ്പുഴയിൽ മിന്നുന്ന ജയം നേടിയ KC വേണുഗോപാൽ ഇപ്പോൾ എന്നോടൊപ്പം ചേരുകയാണ്. പ്രതീക്ഷിച്ചോ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം? നല്ല ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആലപ്പുഴയിലേക്ക് എത്തി ആലപ്പുഴക്കാർ ഏറ്റെടുത്തു. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷമുണ്ടാക്കി. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പോരായ്മകളൊക്കെ പരിഹരിച്ചു. വലിയ ആത്മവിശ്വാസം അത് പ്രയോജനപ്പെട്ടതാണ്. അല്ല, നന്നായിട്ട് പ്രവർത്തിച്ചു. ആത്മവിശ്വാസം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആലപ്പുഴയോടുള്ള ആത്മബന്ധം അവരത് തിരിച്ചു തന്നി. തീർച്ചയായിട്ടും പിന്നെ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും എന്നെ സഹായിച്ചവരാണ് ആലപ്പുഴയിൽ. പിന്നെ ദേശീയ തലത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ അവർ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ ഏറ്റവും കുറഞ്ഞ ദിവസം ആലപ്പുഴയിൽ തിരഞ്ഞെടുപ്പിന് ചെലവഴിച്ച ഒരു ഇലക്ഷൻ ഇതായിരുന്നു. വളരെ കുറച്ച് ദിവസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥാനാർത്ഥിയായി കഴിഞ്ഞിട്ടും കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു. അതിന് മുമ്പ് ഒട്ടുമില്ലായിരുന്നു, മറ്റുത്തരവാദിത്തങ്ങളുള്ളതുകൊണ്ട്. പക്ഷെ അതെല്ലാം അവർക്ക് മനസ്സിലാക്കി അവർ വോട്ട് ചെയ്യും. പ്രത്യേകം നന്ദിയുണ്ട്. BJP പ്രതീക്ഷിച്ചതിലും കൂടുതൽ വോട്ട് പിടിച്ചെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അവരുടെ വോട്ട് കുറച്ച് കൂടിയിട്ടുണ്ട്, നല്ല സത്യമാണ്. അവർ കാടിളക്കിയുള്ള പ്രചരണമായിരുന്നു. അമിത്ഷായൊക്കെ വന്ന് അവരുടെ എല്ലാ സർവ്വസന്നാഹവും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണമായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അവരെ പിന്നെ ആലപ്പുഴയിൽ അവർക്ക് ജയിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷമൊന്നും ജനങ്ങൾ നൽകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അവർ ഇനി ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഒരാളുടെ സ്വാതന്ത്ര്യമല്ലേ അത് പ്രവർത്തിക്കാൻ. തീർച്ചയായിട്ടും ആലപ്പുഴ ഞങ്ങൾ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. ദേശീയ തലത്തിലും KCയുടെ ഒരു പ്രാതിനിധ്യമുണ്ടാകും. ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ KC ഉണ്ടാകും അവിടെ. അതൊന്നും പാർട്ടിയിലെ ലീഡർഷിപ്പല്ലേ തീരുമാനിക്കില്ല. പക്ഷേ എനിക്ക് വളരെ ആത്മവിശ്വാസവും വളരെ സന്തോഷവും തോന്നുന്നുണ്ട്. പിന്നിട്ട് 2 വർഷക്കാലം ഇരുണ്ട കാലഘട്ടമായിരുന്നു. 2-3 വർഷക്കാലം ഇതുപോലെ തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു ഭരണകൂടം അതിൻ്റെ എല്ലാ ഭീകരതയോടും കൂടി ഒരു തെരഞ്ഞെടുപ്പിനെ ലെവൽ പ്ലേയിങ് ഫീൽഡ് പോലും നിഷേധിച്ചൊരു കാലമായിരുന്നു. കോൺഗ്രസ് അസ്തമിക്കുമെന്ന് എല്ലാവരും പറഞ്ഞതായിരുന്നു. എന്നിട്ട് ആ പ്രധാനമന്ത്രി തന്നെ സ്വന്തം മണ്ഡലത്തിലെ എന്തായിരുന്നു കളിയാക്കുന്നത്? രാഹുൽ ഗാന്ധിക്കെതിരെ പപ്പുവാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്. രാഹുൽ ഗാന്ധി ജയിച്ചിരിക്കുന്ന 2 മണ്ഡലത്തിലും കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടിയാണ്. ഈ വലിയ വീരവാദം പറഞ്ഞ പ്രധാനമന്ത്രി എത്ര വോട്ടിനാണ് ജയിച്ചത്? അധികാരത്തിലേക്ക് ഇന്ത്യ മുന്നണി വരുമെന്ന സൂചനകളുണ്ട്. ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതകളൊന്നും ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ പാർട്ടിയുടെ ദേശീയ തലത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. മുന്നണിയുമായിട്ട് ചർച്ച ചെയ്ത് വരട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും ബുൾഡോസറും കൊണ്ട് രാജ്യത്തെ ഇടിച്ചു നിർത്താൻ ഇനി നരേന്ദ്രമോദിക്കാവില്ല ഇന്ത്യയിൽ. അത് അദ്ദേഹത്തിന്റെ ആ കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു. മോദി ഗ്യാരണ്ടി ഏറെക്കുറെ പൊളിഞ്ഞു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന് പിന്നെ വിദ്വേഷം വിതറുന്ന ഗ്യാരണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിദ്വേഷം വിതറുക, മനുഷ്യരെ തമ്മിലടിപ്പിക്കുക, തല്ലാടുന്നത് തല്ലുക, ഒരു പ്രധാനമന്ത്രിയുടെ നിലവാരമായിരുന്നു അത്. ഒറ്റ കാര്യം കൂടി, KCക്കെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം രാജസ്ഥാനിലെ ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുത്തി ഇവിടെ MP ആവാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു. അതിനൊക്കെ മറുപടി ജനങ്ങൾ നൽകിയിട്ടുണ്ട്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.